10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുക, തുടർന്നുള്ള വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജവും ഉത്സാഹവും ഉണർവും നൽകുന്ന വിധത്തിൽ 10ാം വാർഷിക ആഘോഷം ഏറ്റവും ഗംഭീരമായിട്ട് വിവിധ പരിപാടികളുടെ വിശാലമായ വിപുലമായ പദ്ധതികളോടെ ആഘോഷിക്കുക എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ ഹലോ ഇൻഡോർ ക്ലബ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടികൾ ഓരോന്നും നമ്മുടെ നാടിന് വളരെ പ്രസ്റ്റീജിയസ് ആണ്, നമുക്ക് പ്രൗഡാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് എന്റെ ഓർമ്മ, അല്ലെ മെയ് 26-നാണ് ഈ 10ാം വാർഷിക ആഘോഷത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അന്ന് TN പ്രതാപേട്ടനും പ്രിയനന്ദൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അന്ന് ആ പരിപാടിയിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയത് തുടർ മാസങ്ങളിൽ ഡിസംബർ വരെ നീളുന്ന തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ഒന്നൊന്നായിട്ട് ആവിഷ്കരിക്കുവാനുള്ളൊരു പ്ലാൻ അന്നേ പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ ഞാൻ വളരെ കൗതുകപൂർവ്വം ഇങ്ങനെ നോക്കിയിരുന്നു എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്റെ കൗതുകത്തിന് ഒട്ടും കുറവ് വരാത്ത വിധത്തിൽ ഒന്നൊന്നായി വളരെ ഗംഭീരമായിട്ടുള്ള മനോഹരമായ വിധത്തിൽ ഈ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന, നാട്ടുകാരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ നടന്നു കണ്ടു, ഇനി നടക്കാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഹലോ ഇൻഡോർ ക്ലബ് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് എന്നതിന് പ്രാധാന്യം നൽകുന്ന, കായിക വിനോദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അത്തരത്തിലുള്ള താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മ എന്ന വിധത്തിലാണ് പ്രാഥമികമായി പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത കൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ചേർത്ത് വെക്കുന്നു എന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കായിക പരിപാടി എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്നവർ വെറുതെ നേരം പോകാനായിട്ട് ടൈം പാസ് ഗെയിമിൽ ഏർപ്പെടുന്നു എന്ന വിധത്തിൽ മാത്രമല്ല അതിന്റെ ഒരു മാനം, ഒരു ഡയമെൻഷൻ ഉള്ളത്. അതിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, വ്യക്തികൾ തമ്മിൽ പരസ്പരം കാണുവാനും വിനിമയം നടത്തുവാനും അത്തരത്തിൽ അവരുടെ ശാരീരികാരോഗ്യം, അവരുടെ പേശീബലം ഇതെല്ലാം മെച്ചപ്പെടുത്താൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുവാൻ ആ ഒരു സ്പോർട്സ് ഗെയിം സ്പിരിറ്റ് ഗുണം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ ചിന്ത കുട്ടികളിൽ ബാല്യകാലം മുതലേ ഉണരുവാൻ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പിങ്ങിലൂടെയാണ് കണ്ടത്, നേരിട്ട് കാണാൻ പറ്റില്ല. ആവേശോജ്വലമായിട്ടുള്ള വടംവലി മത്സരം. എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ മുൻപ് ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയധികം ആളുകളെ ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു വടംവലി മത്സരം ഇത്രയും ഗ്രാൻഡായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം. ഇനിയിപ്പോ തിരുവാതിരക്കളി മത്സരം അരങ്ങേറാൻ പോകുന്നു. അതും ഇത്രയും ഗ്രാൻഡായിട്ട് ഇത്തരത്തിലൊരു പരിപാടിയുടെ ഭാഗമായിട്ടും ഒരു പക്ഷെ ആദ്യമായിരിക്കാം, എനിക്കറിയില്ല. തിരുവാതിരക്കളി മത്സരം എന്ന് പറയുമ്പോഴേ അതിന് പുറകിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോന്നിലും സ്പോർട്സ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അരങ്ങേറുമ്പോൾ അതിൽ കൂടുതലും പുരുഷ പങ്കാളിത്തമാണ് കൂടുതൽ. സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്ക്, സഹോദരിമാർക്ക്, ചേച്ചിമാർക്ക് അവർക്കൊക്കെയും വീട്ടുജോലികൾ, വീട്ടുകാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ അതിൽ ഏർപ്പെടലാണ് അവരുടെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ അവർക്കും അവരുടെ ഉള്ളിലെ കലാബോധത്തെ, അവരുടെ താളബോധത്തെ, അവരുടെ സൗന്ദര്യബോധത്തെ, അവരുടെ അഴകിനെ, സ്ത്രീത്വത്തെ, ഐശ്വര്യത്തെ പ്രകടമാക്കുവാൻ വിധത്തിൽ തിരുവാതിരക്കളിയുടെ ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതൊരു വുമൺ എംപവർമെന്റ് ആണ്, അതൊരു സ്ത്രീ ശാക്തീകരണമാണ്. എനിക്കറിയാം എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ചില ചേച്ചിമാര്, അവരും ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിന് തിരുവാതിരക്കളിയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുകയും അതിന്റെ പരിശീലനത്തിന് പോവുകയും പല വേദികളിൽ പോയി പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെ അവരനുഭവിക്കുന്ന ഒരു ആത്മവിശ്വാസം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ 10 പരിപാടികളിൽ ഇങ്ങനൊരു പരിപാടി കൂടെ ചേർക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചു എന്നത് വളരെ ശ്ലാഘനീയമാണ്. ഇനി സൗജന്യ മരുന്ന് വിതരണം, അതുപോലെ മെഡിക്കൽ സെമിനാറുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നറിയുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചും കേട്ടുള്ള അറിവിനാണ് പറയുന്നത്. വിധവകൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില കിറ്റ് വിതരണങ്ങൾ, കേക്ക് നിർമ്മാണങ്ങൾ, സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന വിധത്തിലുള്ള ചടങ്ങുകൾ, ഫോർമൽ ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ചില പ്രദർശന മത്സരങ്ങൾ എന്ന് തുടങ്ങി നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എന്റെ വീട് കോടന്നൂരാണ്. അപ്പൊ കോടന്നൂര് ജനിച്ചു വളർന്ന അമ്മാടം സ്കൂളിൽ പഠിച്ച ഒരാളെന്നല്ല ഞാൻ തൃശൂർ ജില്ലയ്ക്കും അപ്പുറം ചിലപ്പോൾ പുറം നാടുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പലരും എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോൾ
കേരളത്തിലാണ്, മലയാളിയാണെന്ന് അറിയുന്ന, തൃശ്ശൂർക്കാരനാണെന്ന് അറിയുന്നവരോട് എന്റെ വീട് കോടന്നൂരാണ് എന്ന് ഞാൻ പറയുമ്പോൾ അമ്മാടം കോടന്നൂർ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കും. ഈ അമ്മാടം അത്ര പ്രശസ്തമാണ്. കോടന്നൂർ എന്ന സ്ഥലപ്പേരുമായിട്ട് അത്രയും ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അമ്മാടം. ഇവിടെ ഈ ദേവാലയത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വിദ്യാലയത്തിൽ പഠിച്ച എത്രയോ തലമുറകൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന വിധത്തിൽ ഇനിയുമേറെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ, അതിന് അരങ്ങൊരുക്കുവാൻ ഹലോ ക്ലബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.